ദിലീപേട്ടൻ ഒരു ദിവസം ഇനി ബാക്കിയുള്ളൂ. ഇന്നും കൂടെ കഴിഞ്ഞ ദിലീപേട്ടൻ ഇല്ല കേട്ടോ. ദിലീപേട്ടൻ സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഇതാണ് എന്റെ ടാസ്കിന്റെ ആദ്യത്തെ പാർട്ട്. അപ്പൊ ദിലീപേട്ടൻ മീനാക്ഷിക്ക് എഴുതുന്ന കത്താണ്. എന്റെ നല്ല നാക്കാന്ന്. രണ്ടുപേർക്ക് എഴുതാം. മീനാക്ഷിക്കും എഴുതാം. മീനാക്ഷിക്കുള്ള 3 വരി, പിന്നെ മഹാലക്ഷ്മിക്കുള്ള 3 വരി. അത് ബുദ്ധിമുട്ടില്ലല്ലോ. അതെ, ഓക്കെ. ഈ കാര്യമാണ് ദിലീപേട്ടൻ അവരോട് പറയുന്നത്. പിന്നെ ഇതാണ് ഇവർ ജീവിതത്തിൽ ഓർത്തിരിക്കുന്നത്. അച്ഛൻ എന്ന് പറയുമ്പോൾ അതാണ്. രണ്ടുപേര് കൂടിയാലും ഇല്ല, കുഴപ്പമില്ല. പേര് മീനാക്ഷിക്കുള്ളത് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുള്ള മഹാലക്ഷ്മിക്കും എഴുതണം എന്നേ ഉള്ളൂ. ഒളിഞ്ഞു നോട്ടം അലൗഡാണോ? അല്ല, തന്നേക്കാം. 3 വരിയിലായിട്ട് എഴുതിയതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. 3 വരികളാണ്. ഞാൻ വായിക്കണോ? ദിലീപേട്ട വായിക്കോ? ദിലീപേട്ട വായിക്കോ? ഞാൻ അയച്ചാദ്യം. മീനാക്ഷി, ഐ ലവ് യു മൈ സ്വീറ്റ് ഡോട്ടർ. മഹാലക്ഷ്മി, ഐ ലവ് യു മൈ ലിറ്റിൽ പ്രിൻസസ്. വിളിക്കാൻ ഞാൻ പറയില്ല, കാരണം മീനാക്ഷി ഡ്യൂട്ടിക്ക് കയറി എന്നുള്ളത് ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് ദിലീപേട്ട ഫോണിൽ കേട്ടു. 2 ഫോണും കേട്ടു. എന്നിട്ടാ പറഞ്ഞ നിർബന്ധമായിട്ട്. ദിലീപേട്ടൻ ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായി. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓൾ ലവ് ദാറ്റ് യു വാണ്ട് ടു സേ. പ്രണയം വന്നു കഴിയുമ്പോൾ അടുത്ത് എന്താണ് ദിലീപേട്ടൻ ഉണ്ടാവുക? പ്രണയം വന്ന് വരുമ്പോ നാച്ചുറലി അവരെ ഒന്നുകിൽ അച്ഛനമ്മ അറിയും. അടിയുടെ പെരുന്നാൾ കേട്ടിട്ടുണ്ടോ? അടി ഇല്ല. വഴക്ക് എടാ നിന്നെ കാണിച്ചിടാം അങ്ങനെയൊക്കെ. ഇനി അതിലിട്ടോ ബ്രേക്കപ്പ് ഉണ്ടാവും. അപ്പം എന്റെ ബ്രേക്കപ്പ് അടിപൊളിയായിരുന്നു. കരഞ്ഞ് അവിഞ്ഞ കരച്ചിൽ വാതിൽ കടച്ചിട്ട് എനിക്കുണ്ടായിരുന്നു കുറെ കാലം. അങ്ങനെ നമുക്ക് ഈ കരയുന്ന കുട്ടിക്ക് നമ്മൾ എന്താ കൊടുക്കുക? സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ കരച്ചിൽ നിർത്തുമെന്ന് പറയില്ലേ? എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആ സമയത്ത് ഒരു ഡീപ്ലി ഇൻ ലവ് അങ്ങനെ ഒരു ഇതായിരുന്നു. അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ലൈഫിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നും രാത്രിയിൽ കരയാന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. കോളേജൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ആ ടൈമിൽ ആ സമയത്താണ് ഒരു ഗോഡ്സ് ഗിഫ്റ്റ് പോലെ നമ്മൾ സിനിമയിലേക്ക് വരാമെന്ന് പറയുന്നത്. നമ്മളൊന്ന് പിന്നെ ആ സങ്കടങ്ങൾ പതുക്കെ പിന്നെ നമ്മുടെ ഇതിലേക്ക് പിന്നെ നമുക്ക് പ്രണയം സിനിമയോടായി. പിന്നെ സിനിമയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞതിന് അത് അവിടെ പൈങ്കിളിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കരയണ്ടടാ ഇത് പറഞ്ഞിട്ട് തരുന്ന ഒരു വലിയ ഗിഫ്റ്റ് ഇല്ലേ, എനിക്കതാണ് സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് സിനിമയാണെന്നറിയാലോ. അത് കറക്റ്റ് എടുത്ത് തന്നപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ. പക്ഷെ ഇപ്പൊ മീനാക്ഷി വളർന്നു വരുമ്പോൾ തൊട്ട് ഒരു സ്റ്റാറിന്റെ 2 സ്റ്റാർസിന്റെ മകളായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഈ സ്കൂളിലൊക്കെ ചിലപ്പോൾ ദിലീപേട്ട ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഞാൻ ദിലീപേട്ടനെ പുറത്ത് വെച്ച് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തന്നെ സെൽഫി എടുക്കാനായിട്ട് എല്ലാവരും ഓടി വരും, ക്യാമറകളൊക്കെ വരും. അപ്പോൾ മീനാക്ഷിയുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചർമാർ വരത്തില്ലേ ഒരു സെൽഫി ഒരു ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊരു കൺസിഡറേഷൻ. അവളെ പഠിച്ച സ്കൂളിലെ എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു ഇഷ്യൂ നടക്കുന്ന പോലെ സമയത്ത് പോലും ആ സ്കൂൾ അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു.